പാതിരപ്പള്ളി പെട്രോൾ പമ്പ് കവർച്ചാ കേസിലെ പ്രതികൾ പോലീസ് പിടിയിൽ. കണ്ണിൽ മുളകുപൊടി വിതറി ആയുധം കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ച് പണം തട്ടിയ കേസിലെ പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാതിരപ്പള്ളിയിലെ പെട്രോൾ പമ്പിൽ ജീവനക്കാരനെ ഉപദ്രവിച്ച് പണം അടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ടുപോയ കേസിലെ പ്രതികളാണ്. അതിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒരു മുനീറും ഒന്ന് സ്പൈഡർ വിപിൻ എന്ന് പറയുന്ന ആളുമാണ്. ഈ സംഭവം നടക്കുന്നത് 2014 ആഗസ്റ്റ് മാസം 14-ാം തീയതി വെളുപ്പിന് 2:30 മണിക്കാണ്. അവർ നേരത്തെ പല ദിവസങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നത്. അന്ന് 13-ാം തീയതി രാത്രി 7 മണിയോടുകൂടി ഇവർ ഈ സംഭവ സ്ഥലത്ത് വന്നു. എന്നിട്ട് അവിടെ ഒരു ബണ്ടുണ്ട്, ആ ബണ്ടിൻ്റെ അടുത്ത് പതുങ്ങിയിരുന്നു. രാത്രി 12 മണിക്ക് ശേഷം പല പ്രാവശ്യം ഈ പെട്രോൾ പമ്പിൻ്റെ അടുത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്, അപ്പോൾ ഈ വണ്ടികൾ വരികയാണെങ്കിൽ ഇവർ ഇങ്ങോട്ട് കയറത്തില്ല. വണ്ടികൾ ഇല്ലാതിരുന്ന സമയത്ത് ഇവർ 2 പേരുടെ കയറി. എന്നിട്ട് ഒരുത്തൻ്റെ കയ്യിൽ മുളക് പൊടി ഉണ്ടായിരുന്നു, വാളും. ഈ ജീവനക്കാരൻ യഥാർത്ഥത്തിൽ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉറങ്ങിയ ആളുടെ കഴുത്തിൽ കിടന്ന ബാഗ്, പണമടങ്ങിയ ബാഗ് എടുക്കാൻ നേരത്തെ അയാൾ ഉണർന്നപ്പോൾ ഈ മുളക് പൊടി കണ്ണിലിട്ടിട്ട് വീണ്ടും അയാൾ അതിനകത്ത് കയറി പിടിച്ചപ്പോൾ, ബാഗിൽ കയറി പിടിച്ചപ്പോൾ വാളുകൊണ്ട് വയറ്റിലും തലയിലും ഒക്കെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. 2014 ഓഗസ്റ്റ് 14-ന് രാത്രി 2:30-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. പാതിരാപ്പള്ളിയിലുള്ള കെ എ ജോസഫ് എന്നയാളുടെ ഉടമസ്ഥയിലുള്ള കേരള ഓയിൽ കമ്പനിയിലെ ജീവനക്കാരനായ രാജുമോന്റെ കണ്ണിൽ മുളകുപൊടി വിതറി വാളുകൊണ്ട് വയറിന് വെട്ടി 30,000 രൂപയടങ്ങുന്ന ബാഗ് തട്ടിപ്പറിച്ച് കടന്നുകളഞ്ഞ കേസിലെ പ്രതികളാണ് പോലീസ് പിടിയിലായത്. വടയാട്ടുശ്ശേരി കോളരിക്കൽ പുതുവൽ വീട്ടിൽ 22 വയസ്സുകാരൻ വിപിൻ, അവലുക്കുന്ന് വെളിപ്പറമ്പ് കമ്പിക്കകം വീട്ടിൽ 22 വയസ്സുകാരൻ മുനീർ എന്നിവരെയാണ് നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. നോർത്ത് CI വി സാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്.